അച്ചാച്ച ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് സാധാരണയായിട്ട് സൗത്ത് അമേരിക്കയിലാണ് ഇത് ഉണ്ടാവാറുള്ളത്. ആക്ച്വലി ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് സൗത്ത് അമേരിക്കയാണ്. പക്ഷേ ഇവിടെ ഓസ്ട്രേലിയയിൽ ക്വീൻസ്ലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ടൗൺസ്വില്ലിൽ വലിയ തോതിൽ ഈ അച്ചാച്ച ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഇത് മാംഗോസ്റ്റിൻ്റെ ഫാമിലിയാണ് ഇവൻ. മാംഗോസ്റ്റിനും ഈ ഫ്രൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഓറഞ്ച് കളറാണ്, മാംഗോസ്റ്റിന് ഒരു പർപ്പിൾ കളർ പോലത്തെ ഒരു ബ്ലാക്കിഷ് പർപ്പിളാണ്. പക്ഷേ മാംഗോസ്റ്റിൻ്റെ തൊലി നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇതിൻ്റെ തൊലി എടുത്ത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. നല്ലൊരു ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ജ്യൂസിന്. അതുകൊണ്ട് ഇത് കഴിക്കണവരാരും തന്നെ ഇതിൻ്റെ തൊലി കളയരുത്, ജ്യൂസ് അടിച്ച് കുടിക്കാം. ഒത്തിരി നല്ലതാണ്, ഹെൽത്തിയുമാണ്. ഇനി ഞാനിത് നിങ്ങളെ എങ്ങനെയാണ് കഴിക്കണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇത് പൊളിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ നഖവും കൊണ്ട് ഇങ്ങനെ ഒന്ന് ആഴ്ത്തിയിട്ട് ഇതുപോലെ പൊളിച്ചെടുത്താൽ മതി. കണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം. കണ്ട, മാംഗോസ്റ്റിന് ഇരിക്കണ എക്സാക്ട്ലി അതുപോലെ തന്നെയല്ലേ ഇരിക്കണത്. ഇനി ഇത് ഞാൻ കഴിച്ചിട്ട് ടേസ്റ്റ് പറയാം കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കണത്. കാരണം ഇത് ഞാൻ ടൗൺസ്വില്ല് എന്ന സ്ഥലത്തുനിന്ന് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. ഭയങ്കര ടേസ്റ്റാണ്. എക്സാക്ട്ലി മാംഗോസ്റ്റിൻ കഴിക്കണ പോലെ. കണ്ട, മാംഗോസ്റ്റിൻ്റെ ഉള്ളിലെ പോലെയുള്ള കുരും ഒക്കെ അതുപോലെ തന്നെയാണ്. എൻ്റെ കുട്ടികൾക്ക് മാംഗോസ്റ്റിൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെപ്പോഴും മിസ് ചെയ്യണ ഒരു ഫ്രൂട്ടാണ് മാംഗോസ്റ്റിൻ. ഈ കാണുന്നതാണ് അച്ചാച്ച ഫ്രൂട്ടിൻ്റെ ഫാം. ഇത് സെൽഫ് പോളിനേഷൻ നടത്തണ ഒരു മരമാണ്. അതുകൊണ്ട് ഒരെണ്ണമായിട്ട് നമുക്ക് വാങ്ങിച്ച് നടാം. 2 മരം നടണമെന്നില്ല കേട്ടോ.